സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. സ്ഥാനാർത്ഥി കെ രമേശ് ബാബുവിന്റെ പരാതിയിൽ BJP കൗൺസിലർ ജയലക്ഷ്മി, ഗണേഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, ഗുഡ് മോർണിംഗ്, പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഈ 50-ാം വാർഡായ കണ്ണകി വെസ്റ്റ് നഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് ബാബുവിന്റെ വീട്ടിൽ BJP കൗൺസിലറും കുറച്ച് BJP പ്രവർത്തകരും എത്തുന്നത്. ഈ പണം നൽകി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു രമേശ് ബാബുവിന്റെയും കുടുംബത്തിന്റെയും ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ രമേശ് ബാബുവിന്റെ വീട്ടിലെത്തി. തുടർന്ന് പോലീസ് എത്തി മൊഴി എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ്. ഈ ജയലക്ഷ്മിയും, അതായത് നിലവിലെ കൗൺസിലറായ ജയലക്ഷ്മിയും ഒപ്പം ജയലക്ഷ്മിക്കൊപ്പം എത്തിയ ഗണേഷ് എന്നിവരും ചേർന്ന് ഈ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വീട് കയറി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ജയലക്ഷ്മിയാണ് 1-ാം പ്രതി. ഒപ്പം തന്നെ ഒപ്പം എത്തിയ ഗണേഷ് 2-ാം പ്രതിയാണ്. മറ്റൊന്ന്, ഈ 46-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ ജയലക്ഷ്മിയുടെയും ഒപ്പം BJP ജില്ലാ നേതൃത്വത്തിന്റെയും പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ജയലക്ഷ്മി അത്തരത്തിലുള്ള ഒരു സ്വാധീനത്തിനും ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആശംസ അറിയിക്കാൻ വേണ്ടിയാണ് രാത്രി വീട്ടിലെത്തിയത്. ഒപ്പം തന്നെ ഈ 46-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൂടിയായിരുന്നു എത്തിയത്. അതിനപ്പുറത്തേക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടില്ല, ഒരു സ്വാധീനത്തിനും ശ്രമിച്ചിട്ടില്ല എന്നായിരുന്നു ജയലക്ഷ്മിയുടെയും BJP ജില്ലാ നേതൃത്വത്തിന്റെയും വിശദീകരണം. എന്നാൽ ഇപ്പോൾ അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും നിയമപരമായി തന്നെ നേരിടുമെന്നാണ് കോൺഗ്രസിന്റെയും വിശദീകരണം. ഒപ്പം തന്നെ BJPയും കേസെടുത്തതിന് പിന്നാലെ പ്രതികരിക്കുകയുണ്ടായി. അതായത് ഇതിനെ നിയമപരമായി തന്നെ നേരിടും, എന്ത് ആരോപണങ്ങൾ വന്നാലും. BJPക്ക് കൃത്യമായി സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയോ രാഷ്ട്രീയ കളികളോ നടത്തേണ്ട ആവശ്യം BJPക്കില്ല. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ എല്ലാം നിയമപരമായി തന്നെ നേരിടുമെന്ന് BJP കൂടി വിശദീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.